ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബീജഗണിതം എന്ന ടോപ്പിക്കാണ്. അൾജിബ്ര അംഗഗണിതമാണ് മുന്നത്തെ വീഡിയോയിൽ നോക്കിയത്, അരിത്തമെറ്റിക്. അപ്പോൾ അംഗഗണിതം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, വൺ വേർഡിൽ ഓർത്ത് വയ്ക്കുക, സംഖ്യകളുമായി ബന്ധപ്പെട്ടത് അല്ലെ. എണ്ണൽ സംഖ്യ, ഭിന്നസംഖ്യ, സംഖ്യകളുമായി ബന്ധപ്പെട്ട ക്രിയകളുമായൊക്കെ പറഞ്ഞ് നമ്മൾ സംഖ്യ ബേസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നു. ബീജഗണിതത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ബീജഗണിതത്തിലേക്ക് വരുമ്പോൾ സംഖ്യകൾ മാറി അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് കണക്കുകൾ ചെയ്യുന്ന ഒരു രീതി വരികയാണ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ലെറ്റേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾസ്, ഇത് രണ്ടും ഓർത്താൽ മതി. ആദ്യത്തെ സംഖ്യകളായിരുന്നു, അംഗഗണിതത്തിൽ സംഖ്യകളായിരുന്നെങ്കിൽ ബീജഗണിതത്തിലേക്ക് വരുമ്പോൾ, ആൽജിബ്രയിലേക്ക് വരുമ്പോൾ എന്തായി മാറി? അക്ഷരങ്ങളോ സിമ്പിൾസോ, അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ ആയി മാറി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x+3 = 8, അതുപോലെ തന്നെ y-2 y-2 = 5 എന്നൊക്കെ പറയുന്നത് പോലെ എക്സ്, വൈ എന്നൊക്കെ തുടങ്ങിയ അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിമ്പിൾസ് ഒക്കെ പ്ലസ് മൈനസ് ഇൻറ്റു തുടങ്ങിയ സിമ്പിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബീജഗണിതത്തിലേക്ക് വരുമ്പോൾ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ ഉപയോഗിച്ച് കണക്കുകൾ ചെയ്യുന്നതാണ് എന്ത്? ബീജഗണിതം എന്ന് പറയുന്നത്. ഇവിടെ എക്സ്, വൈ എന്നിവയൊക്കെ എന്താണ്? വില, എക്സിന്റെ വൈയുടെ ഒക്കെ നമ്മൾ എന്താണ്? വില കണ്ടെത്തണം അല്ലെ. അപ്പോൾ എന്താണ് ബീജഗണിത പഠനം എന്ന് പറയുന്നത്? ബീജഗണിതം ഗണിതശാസ്ത്രത്തിലെ ഒരു സുപ്രധാന ശാഖയാണ്. അംഗഗണിതത്തിന്റെ സാമാന്യവൽക്കരിച്ച രൂപമാണിത്. ലഘൂകരണം, ദീർഘമായ ഗണിതാശയങ്ങളെയും വാചകങ്ങളെയും ലഘൂകരിച്ച് എഴുതാൻ ബീജഗണിതം സഹായിക്കുന്നു അല്ലെ. ദീർഘമായ വലിയ ആശയങ്ങളെ ചുരുക്കി, അതിനാണ് നമ്മൾ ചിഹ്നങ്ങള് അതുപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ, ലെറ്റേഴ്സും സിമ്പിൾസും യൂസ് ചെയ്യുന്നത്. ചിഹ്നങ്ങളുടെ ഉപയോഗം, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിക്കാനും വാദഗതികൾ ഉന്നയിക്കാനും അവ പ്രായോഗികമായി ഉപയോഗിക്കാനും കുട്ടികളിൽ ധാരണ രൂപീകരിക്കുന്നുണ്ട്. സാമാന്യവൽക്കരണം, സംഖ്യാബന്ധങ്ങളെ, നമ്പേഴ്സ് റിലേഷൻഷിപ്സ് സാമാന്യവൽക്കരിക്കാൻ, ജനറലൈസ് ചെയ്യാൻ അല്ലെ, ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ 3 സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. മൊത്തത്തിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ബീജഗണിതം എന്ന് പറയുന്നത് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ട് കണക്കുകൂട്ടലുകൾ നടത്താൻ ഉപയോഗിക്കുന്നതാണ്. x-2, അതുപോലെ x+3, അതുപോലെ നമ്മൾ പ്ലസ് മൈനസ് ഇൻറ്റു, ഇതൊക്കെ എന്താണ്? ബീജഗണിതത്തിൽ വരുന്നതാണ്. ഇതിലൂടെ ദീർഘമായ ആശയങ്ങളെ, വലിയ ആശയങ്ങളെ ചുരുക്കി നമുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കുട്ടി ഗണിത ചിഹ്നമൊക്കെ ഉപയോഗിച്ച് പ്രായോഗികമായ ഓരോ കാര്യങ്ങൾ രൂപീകരിക്കാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ സാമാന്യവൽക്കരിക്കാൻ, സംഖ്യാബന്ധങ്ങൾ കണ്ടെത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അംഗഗണിതവും ബീജഗണിതവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താ? അംഗഗണിതം കേവലം സംഖ്യകളെ കുറിച്ചാണെങ്കിൽ ബീജഗണിതം ആ സംഖ്യകൾക്കിടയിലുള്ള ബന്ധങ്ങളെ, അക്ഷരങ്ങൾ അല്ലെ, അക്ഷരങ്ങൾ ഉപയോഗിച്ച് സാമാന്യവൽക്കരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഗണിതവാചകങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്ന പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ. ബീജഗണിതവും അംഗഗണിതപരമായിട്ടും ബീജഗണിതപരമായിട്ടൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാൻ സാധിക്കും. മാതൃകകൾ, പസിലുകൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടും നൽകാം. മാതൃകകളാണെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഗണിതവാചകങ്ങൾ നിർമ്മിക്കാൻ പറയാം. പസിലുകളാണെങ്കിൽ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ നൽകി ലളിതമായ സമവാക്യങ്ങൾ പരിഹരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാം. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വില അറിയാത്ത വസ്തുക്കളെ അല്ലെ, ഒരാളുടെ കയ്യിൽ എക്സ് വിലയാണ് ഉള്ളത്, അല്ലെങ്കിൽ എക്സ് രൂപയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എക്സ് ആയി സങ്കല്പിച്ച് കണക്കുകൂട്ടലുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇപ്പൊ നോക്കിയത് ബീജഗണിതമാണ്. ബീജഗണിതം എന്താണ്? അൾജിബ്രയാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തതായി നമുക്ക് ജാമിതി നോക്കാം, ജിയോമെട്രി നോക്കാം. എന്താണ് ജാമിതി? ഇപ്പൊ നമ്മൾ അംഗഗണിതം പറഞ്ഞപ്പോ സംഖ്യയുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു, ബീജഗണിതം പറഞ്ഞപ്പോ അക്ഷരങ്ങളും സിമ്പിൾസും ആഡ് ആവുകയാണ് അവിടേക്ക് അല്ലെ. ജാമിതി എന്താ? ജാമിതി എപ്പോഴും നമുക്കറിയാം, ആകൃതി, വലിപ്പം, സ്ഥാനം, നിറം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയതാണ് ജാമിതി എന്ന് പറയുന്നത്. ആകൃതികളെയും രൂപങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ജാമിതി. അതറിയാലോ. ആദ്യത്തെ സംഖ്യയാണ്, പിന്നീട് സിമ്പിൾസും ലെറ്റേഴ്സും ഒക്കെ വന്നു, പിന്നീട് ജാമിതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഷേപ്സ് ആണ് അല്ലെ. ഷേപ്സ്, ആകൃതിയെയും രൂപങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനമാണ് ജാമിതി. വൃത്തം, ചതുരം, ത്രികോണം, ദീർഘചതുരം അല്ലെ, സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ തുടങ്ങിയ രൂപങ്ങളെ, ഷേപ്പുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്, അല്ലെങ്കിൽ പഠന സിദ്ധാന്തമാണ് എന്ത്? ജാമിതി എന്ന് പറയുന്നത്. ചുറ്റുപാടും കാണുന്ന വസ്തുക്കളുടെ ആകൃതി, വലിപ്പം, സ്ഥാനം, നിറം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് ജാമിതി. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വലിപ്പത്തെയും രൂപത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെ. അതൊരു
സർക്കിൾ ഷേപ്പാണ് അല്ലെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പാണ്, നമ്മളൊരു വീട് പണിയുമ്പോൾ പോലും അതിൽ ഉപയോഗിക്കുന്ന വിൻഡോസ്, ജനലുകളായിക്കോട്ടെ, അലമാരകളായിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, എല്ലാത്തിലും ഷേപ്പ് ഉണ്ടല്ലേ. ഇന്ന ഷേപ്പിലൊക്കെ വേണം, ഇന്ന ഷേപ്പിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നിത്യജീവിതത്തിലും ഈ ഷേപ്സിന്റെ പ്രാധാന്യം വലുതാണ്. അപ്പോൾ എന്താണ്, നിത്യജീവിതത്തിൽ വലിപ്പത്തെയും രൂപത്തെയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പ്രധാന ആശയങ്ങൾ നോക്കാം. ദ്വിമാന രൂപങ്ങൾ, ത്രിമാന രൂപങ്ങൾ, നിർമ്മാണം, ഇതൊക്കെയാണ് പ്രധാനമായ ആശയങ്ങൾ എന്ന് പറയുന്നത്. ദ്വിമാന രൂപങ്ങൾ 2D ഷേപ്സ്, നീളം, വീതി എന്നിവയുള്ള രൂപങ്ങൾ. ഉദാഹരണം ചതുരം, വൃത്തം, ത്രികോണം. 2D ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്വിമാന രൂപങ്ങളാണ്, നീളം, വീതി എന്നിവയുള്ളവ അല്ലെ. നീളവും വീതിയും ഒക്കെ ഉള്ളവയെ നമ്മൾ ദ്വിമാന രൂപങ്ങൾ എന്ന് പറയും. 2D ഷേപ്സ്, ചതുരം, വൃത്തം, ത്രികോണം ഒക്കെ അതിൽ ഉൾപ്പെട്ടതാണ്. ഇനി ത്രിമാന രൂപങ്ങൾ എന്താണ്? നീളം, വീതി, ഉയരം എന്നിവയുള്ള രൂപങ്ങളാണ്. ഗോളം, ക്യൂബ്, സിലിണ്ടർ. ഉയരം കൂടി ഉണ്ടാകും ത്രിമാന രൂപങ്ങൾ, 3D ഷേപ്സ്. അപ്പൊ 2D ഷേപ്സില് എന്തൊക്കെയാ വരുന്നത്? നീളവും വീതിയുള്ള രൂപങ്ങളാണ് ചതുരം, ത്രികോണം, വൃത്തമൊക്കെ. ത്രിമാന രൂപത്തിലേക്ക് വരുമ്പോൾ നീളം, വീതി, ഉയരം, സിലിണ്ടർ, ക്യൂബ്, ഗോളം ഒക്കെ തുടങ്ങിയത്. നിർമ്മാണം, രൂപങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കി അവ നിർമ്മിക്കാൻ പഠിക്കുക. ഇതൊക്കെ ഇതിലെ ആശയങ്ങളാണ്. നെക്സ്റ്റ് പ്രവർത്തനങ്ങൾ. ജാമിതി പഠനം കൂടുതൽ ഫലപ്രദമാക്കാൻ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. ചിത്രപാഠങ്ങൾ. വിവിധ രൂപങ്ങൾ വരച്ച് അവയെ തിരിച്ചറിയുക. ചിത്രപാഠങ്ങൾ അല്ലെ, ജാമിതി. ഇപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ജാമിതി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ആ ചിത്രപഠനം നൽകാം അല്ലെ. വിവിധ രൂപങ്ങൾ വരച്ച് അവയൊക്കെ തിരിച്ചറിയാൻ കളേഴ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് തിരിച്ചറിയിപ്പിക്കാം കുട്ടികളെ കൊണ്ട്. മോഡലുകൾ നിർമ്മിക്കാൻ പറയാം. മണ്ണ് കൊണ്ടോ കടലാസ് കൊണ്ടോ ത്രിമാന രൂപങ്ങളുടെ മോഡലുകൾ നിർമ്മിക്കാൻ, ത്രിമാന ദ്വിമാന രൂപങ്ങൾ നിർമ്മിക്കാൻ പറയാം. അതുപോലെ തന്നെ നിരീക്ഷണം. പരിസ്ഥിതിയിൽ കാണുന്ന വസ്തുക്കൾ ഏത് ജാമിതി രൂപത്തിലുള്ളതാണ്? നിരീക്ഷണ പഠനം സാധ്യമാക്കാൻ നമുക്ക് ഈ ഒരു സിദ്ധാന്തം യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സുകളിൽ നോക്കിയത് അംഗഗണിതം, ബീജഗണിതം, ജാമിതി എന്നിവയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള DLED മെയിൻ എക്സാം മാത്സുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും നമുക്ക് അടുത്തടുത്ത ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ താങ്ക് യു.